അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, വെള്ളിയാഴ്ച മരണം സംഭവിച്ചാൽ എന്താണ് നേട്ടം? വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലോ മരണപ്പെടുന്നതിലൂടെ ഖബറിലെ ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുമെന്നാണ് ഇസ്ലാമിക അധ്യാപനം. തിങ്കളാഴ്ച മരണപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെടുത്തി ഏറെ പുണ്യമാണെന്നാണ് അതിൽ തർക്കമില്ല. എന്നാൽ വെള്ളിയാഴ്ച മരണപ്പെടുന്നതിലൂടെ നമ്മുടെ ബർസഖിയായ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കാൻ കാരണമാവുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെട്ടാൽ അള്ളാഹു അവന് രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകുകയും ഖബർ ശിക്ഷയിൽ നിന്നും കാക്കപ്പെടുകയും ചെയ്യും. തിർമുദി ഹദീസിൽ കാണാം, 1074 പേജ്. ഷെയ്ഖ് സുലൈമാനുൽ ബുജൈരിമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖബർ ശിക്ഷയിൽ നിന്നും സംരക്ഷണമെന്നാൽ മലക്കുകളുടെ ചോദ്യമില്ലാതിരിക്കലോ അതല്ലെങ്കിൽ ലഘൂകരിക്കപ്പെട്ട ചോദ്യങ്ങളോ ആയിരിക്കും. മറ്റൊരഭിപ്രായ പ്രകാരം ഖബറിനരികിൽ പിശാച് വന്ന് അവൻ റബ്ബാണെന്ന് ചോദ്യസമയത്ത് ആംഗ്യം കാണിച്ചു പിഴപ്പിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുമെന്നർത്ഥം. ബുജൈരിമി 2:189 181 ഈ കാര്യങ്ങൾ കാണാം. അല്ലാഹു തആല നമുക്ക് നല്ല സമയത്ത്, നല്ല ദിവസത്തിൽ, നല്ല മാസത്തിൽ, നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഏത് സമയത്ത് എപ്പോഴാണ് എവിടെ വെച്ചാണ് മരിക്കുക എന്നാർക്കും അറിയില്ല. നമ്മൾ നല്ല കാര്യങ്ങൾ എന്നും ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നമ്മളെന്നും നല്ല സൽക്കർമ്മങ്ങളെന്നും ചെയ്യുന്ന ഭയങ്കര നമുക്ക് ഇഷ്ടമാണ്, നല്ല കാര്യം ചെയ്യുന്നതിൽ വളരെ ഇഷ്ടമാണ്. നമുക്ക് അള്ളാഹുവിനെ പേടിയാണ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കലാണ് നമുക്കിഷ്ടം. ഈ ദുനിയാവിന് നമുക്ക് ഒരു ആഗ്രഹവും ഇല്ല, നമുക്ക് മരണത്തിന് ഒരു ഭയവുമില്ല. കാരണം നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പരലോകത്ത് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആൾക്ക് മരണത്തിനോട് ഒരു ഭയവും ഉണ്ടാവുകയില്ല. കാരണം എനിക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണം, എനിക്ക് സ്വർഗം കിട്ടണം, എനിക്ക് ഖബർ സ്വർഗമാവണം എന്ന് ചിന്തിക്കുന്നവർക്ക് മരണം ആഗ്രഹിക്കും. അപ്പോൾ നമ്മളെ ജീവിതം, നമ്മൾ ദുനിയാവിനെ സ്നേഹിക്കരുത്, ദുനിയാവിന് നമ്മൾ തിന്നാനും കുടിക്കാനും മാത്രമായി കാണരുത്. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ജീവിക്കരുത്. അങ്ങനെ നമ്മൾ നല്ലൊരു ജീവിതമായി മുന്നോട്ട് പോകുന്നു. നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നു, പിന്നെ ആണുങ്ങൾ ജമാഅത്തായി പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നു, പള്ളിയിൽ പോയി തന്നെ നിസ്കരിക്കുന്നു. പെണ്ണുങ്ങൾ വീട്ടിൽ കൃത്യസമയത്ത് നിസ്കരിക്കുന്നു. അവരുടെ ജോലിയെ മാറ്റി നിർത്തി എത്ര തിരക്കുണ്ടായാലും ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ ഒളു എടുത്ത് പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നു. അതാണ് നല്ല കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ അതിനെ പിന്തിക്കരുത്. നിസ്കാരം ഒരിക്കലും അത് അറിഞ്ഞുകൊണ്ട് പിന്തിക്കാൻ പാടില്ല. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു, ഒരുപാട് സലാത്ത് ചൊല്ലുന്നു, ഒഴിവ് സമയങ്ങളെങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മൾ സലാത്ത് വർദ്ധിപ്പിക്കുന്നു, ദിക്ർ വർദ്ധിപ്പിക്കുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. നമ്മൾ കഴിയുന്ന വിധം നമ്മൾ പരലോകത്തെ വിളവ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സ്വതക്ക കൊടുക്കുന്നു, ആളുകൾക്ക് സലാം പറയുന്നു, പിന്നെ കീബത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുന്നു, കീബത്ത് കേൾക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നു, പരദൂഷണമൊന്നും കേട്ടുകൂടാ, പറയൂലില്ല. അതുപോലെ കളവ് പറയുന്നത് നമ്മൾ ഭയങ്കര പേടിയായി കളവ് പറയുന്നില്ല. അങ്ങനെ നല്ല മനുഷ്യനായി നമ്മൾ ജീവിക്കുന്നു. അങ്ങനെയുള്ളവർ, അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ മനുഷ്യൻ കാണാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. മനുഷ്യന് എനിക്ക് നല്ല മരണം കിട്ടണമെന്ന ആഗ്രഹത്തോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ അവൻ്റെ ഹൃദയവും നല്ലൊരു ശുദ്ധിയാണ്. അപ്പോൾ ഹൃദയശുദ്ധിയോടുകൂടി ജീവിച്ചും ചെയ്ത് അവന് നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചെയ്തതും ഒക്കെ ഇങ്ങനെയാണ് എങ്കിൽ അവന് നല്ല സമയത്താണ് മരിക്കാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു നല്ല മരണം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ നല്ല ഒരു മരണം നമുക്ക് സംഭവിക്കാൻ വേണ്ടി നമ്മളെന്നും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നല്ല മരണം, നല്ല സ്ഥലത്ത് വെച്ച്, നല്ല മാസത്തിൽ, നല്ല ദിവസത്തിൽ അള്ളാഹു തആല നല്ല മരണം തന്ന് അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യമാരുടെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹു തആല നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പഠിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ല സ്ഥലത്ത് വെച്ച് ഈമാനോടുകൂടി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് മുത്തുനബിയെ കണ്ട് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.